ഇത് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള ലിറ്റ്മസ് പേപ്പറാട്ടോ. അതായത് ആസിഡോ ബേസൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ മാറുന്ന പേപ്പറില്ലേ അതാണ്. ഇത് നമ്മുടെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ചുണ്ടിനെയാണ് റിസംബിൾ ചെയ്യുന്നത്. ഇത് നമ്മളുണ്ടാക്കിയ ലിപ് ബാം. ഈ ലിപ് ബാം നമുക്ക് ഈ പേപ്പറിന്റെ ഒരു സൈഡിൽ തേച്ച് കൊടുക്കാം. അതായത് ഈ ലിപ് ബാം നമ്മുടെ ചുണ്ടിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആട്ടോ അത്. അപ്പോൾ ഒരു സൈഡിൽ ലിപ് ബാം തേച്ച ചുണ്ട്, മറ്റേ സൈഡിൽ ലിപ് ബാം തേക്കാതെ ചുണ്ടെന്ന് കരുതിക്കോ. ഓക്കെ. ഇനി ആസിഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നാരങ്ങ നീരാട്ടോ, അഥവാ സിട്രിക് ആസിഡ്. നമുക്ക് രണ്ട് സൈഡിലും ഇടാം. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ലിപ് ബാം തേച്ച ഭാഗത്ത് നാരങ്ങ നീര് പേപ്പറിലോട്ട് വലിഞ്ഞിട്ടില്ല, അതായത് നമ്മുടെ ചുണ്ടിലോട്ട് വലിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റേ ഭാഗത്ത് ചുവന്ന കളർ കാണാൻ പറ്റും. ആസിഡ് ആയതുകൊണ്ട് ലിറ്റ്മസ് പേപ്പർ ചുവന്ന കളർ കാണിക്കും. അപ്പോൾ ഇവിടെ കാണിക്കുന്ന നാരങ്ങ നീരിന് പകരം നമ്മൾ കഴിക്കുന്ന അസിഡിക് ആയിട്ടുള്ള ഫുഡ് ആവാം, ഡ്രിങ്ക്സ് ആവാം, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ പൊടിയാവാട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലിപ്സിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിപ് ബാം നമ്മുടെ ലിപ്പിനെ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഫുള്ളി നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന നമ്മുടെ ലിപ് ബാം ഉപയോഗിച്ചവരൊക്കെ നല്ല അഭിപ്രായമായിട്ടോ ഇതുവരെ പറഞ്ഞേക്കുന്നത്. മെയിനായിട്ട് ലിപ്സ്റ്റിക്ക്, സിഗരറ്റ്, സൺലൈറ്റ് ഒക്കെ കാരണം ഇരുണ്ടുപോയ ചുണ്ടുകളൊക്കെ ഹെൽത്തി ആക്കി മാറ്റാനായിട്ട് നമ്മുടെ ലിപ് ബാം സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഈ ലിപ് ബാം ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ബൈ.